നാട്ടുകാരെ പറ്റിക്കാൻ പിണറായിയെ പോലെ മിടുക്കനായ ഒരു ഭരണാധികാരി കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് PM ശ്രീ. പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണിത്. ആ പദ്ധതിയിൽ 60% കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകും, 40% സംസ്ഥാനം വഹിക്കണം. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾക്ക് വീതമാണ് ഈ പദ്ധതിയിൽ അംഗമാവാൻ കഴിയുന്നത്. അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 360 സ്കൂളുകൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാവാം. ഒരു സ്കൂളിന് ഏതാണ്ട് 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ പ്രത്യേക ഫണ്ട് കിട്ടും. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകൾ, അതിൻ്റെ വിദ്യാഭ്യാസ രീതി, പ്രവർത്തന രീതി, പ്രാദേശിക സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള അപ്രന്റീസ്ഷിപ്പ്, ഇങ്ങനെ മോദി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു സ്കൂൾ പദ്ധതി വിഭാവന ചെയ്ത് അങ്ങനെ രാജ്യത്തെ 14,500 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ 27,360 കോടി രൂപ നീക്കിവെച്ച പദ്ധതിയാണ്. ഈ പദ്ധതി 2 വർഷം പിന്നിട്ടു. കേരളം മുഖം തിരിച്ചു നിന്നു. ഇനി 1 വർഷം കൂടി മാത്രമേ ഈ പദ്ധതി ബാക്കിയുള്ളൂ. ഈ പദ്ധതിയിൽ ചേരാൻ മടി കാണിച്ചതുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട ഏതാണ്ട് 3000-ഓളം കോടി രൂപ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് നഷ്ടപ്പെടുത്താനുള്ള ത്രാണി സർക്കാരിനില്ല. കാരണം ഖജനാവിൽ 1 രൂപ പോലുമില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചിട്ട് ഒടുവിൽ PM ശ്രീ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചു. 2 വർഷം നഷ്ടപ്പെടുത്തി അവസാന വർഷം ഈ പദ്ധതിയിൽ ചേർന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. പക്ഷെ പിണറായിക്ക് നേട്ടമുണ്ടാകും. കേന്ദ്ര സർക്കാരിൻ്റെ ഗുഡ് ലിസ്റ്റിൽ വീണ്ടും ഇടം പിടിക്കാം.